കൃഷിനാശം മൂലം മധുക്കര വടക്ക് കോൾപ്പടവിലെ കർഷകർ പ്രതിസന്ധിയിൽ. മുൻവർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിളവിന്റെ പകുതി മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിച്ചത്. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. ജനസേവന കേന്ദ്രത്തിലെ CCTV ക്യാമറ മോഷ്ടാവ് തകർത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. ആറ്റപ്പള്ളിക്കടവിൽ പുഴയിലേക്ക് കാൽ വഴുതി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കല്ലേറ്റിങ്ങര സ്വദേശിനി ഫാത്തിമ തൻവീറാണ് മരിച്ചത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മധുക്കര വടക്ക് കോൾപ്പടവിൽ കൃഷിനാശം മൂലം കർഷകർ പ്രതിസന്ധിയിൽ. പടവിൽ കൊയ്ത്ത് പകുതിയിലേറെ പിന്നിടുമ്പോൾ മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിളവിന്റെ പകുതി മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിക്കുന്നത്. വായ്പയെടുത്തും പാട്ടത്തിനും കൃഷി ഇറക്കിയ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കർഷകനും പൊതുപ്രവർത്തകനുമായ സദാശിവൻ മധുക്കര പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊയ്ത്ത് കഴിഞ്ഞ മധുക്കര വടക്കേപ്പുറം കോൾപ്പടവിൽ ഏക്കറയ്ക്ക് 15 ടണ്ണ് 12 ടണ്ണൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏക്കറയ്ക്ക് 32 ടണ്ണ് 30 ടണ്ണ് വരെ കിട്ടിയിരുന്നത് ഈ വർഷം നേർ പകുതിയായിരിക്കുകയാണ്. വായ്പകൾ തിരിച്ചടയ്ക്കാനും പാട്ടത്തുക നൽകാനും എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകർ ആശങ്കയിലാണ്. ഏക്കറിന് 3000 കിലോ വിളവ് ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ ശരാശരി 1500 കിലോ പോലും വിളവ് ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. 230 ഏക്കർ വിസ്തൃതിയുള്ള മധുക്കര വടക്കേപ്പുറം കോൾപ്പടവിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ഏക്കറിന് ഏകദേശം 35,000 രൂപ ഓരോ കർഷകരും കൃഷി ചെലവ് വന്നിട്ടുണ്ട്. നെല്ലിന് വിവിധ ഘട്ടങ്ങളിൽ വന്ന കീടാക്രമണവും രോഗങ്ങളുമാണ് വിളവ് ഇത്ര മോശമാകാൻ കാരണമെന്ന് കർഷകർ കരുതുന്നു. കൃഷിനാശം മൂലം വിളവ് കുറഞ്ഞ കർഷകർക്ക് നഷ്ടപരിഹാരം, ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണശ്രമം നടത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഖാദി ഭവന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണശ്രമവും നടത്തിയിട്ടുള്ളത്. ജനസേവന കേന്ദ്രത്തിൽ നിന്ന് 3000 രൂപയും CV സ്റ്റോറിൽ നിന്ന് 3400 രൂപയും രാഗം വാച്ചുകടയിൽ നിന്ന് 500 രൂപയും കവർന്ന മോഷ്ടാവ് 4ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണശ്രമവും നടത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ജനസേവന കേന്ദ്രത്തിലെ CCTV ക്യാമറ മോഷ്ടാവ് തകർത്ത നിലയിലാണ്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജു, സിവിൽ പോലീസ് ഓഫീസർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മോഷണ പരമ്പര നടന്ന സ്ഥലങ്ങളിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച നടക്കും. ബ്രഹ്മകലശത്തോടെയും സഹസ്ര കലശാഭിഷേകത്തോടെയും 8 ദിവസം നീണ്ടുനിന്ന കലശച്ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് ക്ഷേത്രം നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ഠമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീ സന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും. ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞാ ചടങ്ങും നടത്തും. ചൊവ്വാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ഈ ചടങ്ങിന് ശേഷം വെഞ്ചാമരം, മുത്തുകുട, ആലവട്ടം, നാദസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഓദിക്കൻ കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. TCV ഗുരുവായൂർ. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളിക്കടവിൽ പുഴയിലേക്ക് കാൽ വഴുതി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കല്ലേറ്റിങ്ങര ചെമ്പോത്ത് പറമ്പിൽ ഹാഷിമിന്റെ മകൾ 14 വയസ്സുള്ള ഫാത്തിമ തൻവീറാണ് മരിച്ചത്. മറ്റത്തൂരുള്ള ബന്ധുവീട്ടിലെത്തിയ കുട്ടി അമ്മയോടും മറ്റു ബന്ധുക്കളോടുമൊപ്പം പുഴയോരത്തെത്തിയതായിരുന്നു. അബദ്ധത്തിൽ കാൽ വഴുതി പുഴയിൽ വീണ കുട്ടിയെ സമീപവാസികൾ ചേർന്ന് കൊടകരയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊടകര പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ കടലിൽ കുളിക്കാനിറങ്ങി അപസ്മാരം മൂലം തിരയിൽപ്പെട്ട് യുവാവ് മരിച്ചു. എടക്കഴിയൂർ അമ്പലത്ത് വീട്ടിൽ അലിയുടെ മകൻ 21 വയസ്സുള്ള അഫ്സലാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലിക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പോയതായിരുന്നു. ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കളായ 4 പേരും കൂടി കണ്ണൂർ
പയ്യാമ്പലം ബീച്ചിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. ഇതിനിടയിൽ അഫ്സലിന് അപസ്മാരം വരികയും കടലിൽ തളർന്നു വീണ് തിരമാലയിൽ അകപ്പെടുകയുമായിരുന്നു. തിരയിൽപ്പെട്ട അഫ്സലിനെ സുഹൃത്തുക്കൾ രക്ഷപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുറനാട്ടുകര മഹാത്മാ റോഡിൽ വീടിന് സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ സൂക്ഷിച്ചിരുന്ന വിറകിന് തീപിടിച്ചു. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. പേരാമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സുരക്ഷാ വീഴ്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി. സാമൂഹിക പ്രവർത്തകരായ കെ.പി. ഷംസുദ്ദീൻ, ജി. ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയ്യാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത്. വാഹനയാത്രക്കാർക്കും തൊഴിലാളികൾക്കും കൃത്യമായ സുരക്ഷയൊരുക്കാതെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സൂചനാ ബോർഡ് മറിഞ്ഞു വീണ് 2 ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. പലതവണ കലുങ്ക് നിർമ്മാണത്തിനടുത്ത കുഴിയിൽ കാറുകളും ബൈക്കുകളും വീണ് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സുരക്ഷയൊരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അമിതവേഗം അപകടം ചെയ്യും എന്ന സൈൻ ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മെല്ലെ പോയാലും അപകടം ഉണ്ടാവും എന്ന് വരുന്ന ഒരു റോഡായി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് മാറിയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു പോകാത്തത് കൊണ്ടാണ് അപകടമുണ്ടാകുന്നത് എന്ന നെറേറ്റീവും ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കേണ്ട സൈൻ ബോർഡുകൾ തന്നെ ആളുകളുടെ മേത്തേക്ക് മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഈ റോഡിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത് ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അലക്ഷ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി അധികൃതർ ഉൾപ്പെടെ ഇതിന് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി ഉൾപ്പെടെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നായർ സമാജം നൽകിവരുന്ന ശിവപത്മം പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ഫലകം, പ്രശസ്തിപത്രം, 10,001 രൂപ, മാതൃദക്ഷിണ, പൊന്നാട എന്നിവയടങ്ങിയ പുരസ്കാരം ജസ്റ്റിസ് പി. ഗോപിനാഥാണ് സമ്മാനിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മാതൃദക്ഷിണയും പി. വേണുഗോപാൽ പ്രശസ്തിപത്ര സമർപ്പണവും നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ പുരസ്കാര ജേതാവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡോക്ടർ D.M. വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കുറൂരമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂരപ്പന് ശ്രീലകത്ത് നെയ്വിളക്ക് സമർപ്പണം, ഗണപതി ഹോമം, കുറൂരമ്മയുടെ ബിംബത്തിൽ മാലചാർത്തൽ, പുഷ്പാർച്ചന, ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് കൃഷ്ണവിഗ്രഹവും നാരായണീയവും എഴുന്നള്ളിക്കൽ, സമ്പൂർണ്ണ നാരായണീയ പാരായണം എന്നിവയുമുണ്ടായിരുന്നു. പൊയ്യ പഞ്ചായത്ത് പദ്ധതിയിൽ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. പൂപ്പത്തി മംഗലംകുളത്തിലാണ് കുട്ടികൾക്കായി നീന്തൽ പരിശീലനം തുടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അടക്കമുള്ള അമ്മമാരും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. കൂടാതെ 4 പഞ്ചായത്ത് അംഗങ്ങളും പരിശീലിക്കുന്നുണ്ട്. ആദ്യ ദിവസം കാഴ്ചക്കാരായി നിന്നെങ്കിലും പിറ്റേന്ന് കുട്ടികൾക്ക് ധൈര്യം പകരാനാണ് അമ്മമാർ കുളത്തിലിറങ്ങിയത്. 3-ാം ദിവസത്തിൽ തന്നെ വായു നിറച്ച ട്യൂബ് ധരിച്ച് അവരും കുട്ടികൾക്കൊപ്പം നീന്താൻ തുടങ്ങി. വെള്ളത്തിനോടും അതുപോലെ നീന്തൽ പരിശീലനത്തോടും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ആദ്യ ദിവസം തന്നെ എല്ലാം നോക്കി കണ്ട് കരക്കി നിന്നു. 2ാമത്തെ ദിവസവും അങ്ങനെ തന്നെ ചെയ്തു. 3ാമത്തെ ദിവസം സാറ് ട്യൂബിട്ട് ഇറങ്ങാൻ പറഞ്ഞു. 2ാമത്തെ ദിവസം ട്യൂബിട്ട് ഞാൻ ഇറങ്ങി. നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം ഞാൻ പൂർത്തിയാക്കി. അതുപോലെ 5ഓളം അമ്മമാരും നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കി. ഈ തലമുറയുടെ ഒരു ആവശ്യകതയാണ് നീന്തൽ പരിശീലനം. നീന്തൽ പഠിക്കുക എന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഇതിനകം 16,000-ഓളം പേരെ പരിശീലിപ്പിച്ച MS ഹരിലാലിന്റെ നേതൃത്വത്തിൽ 5 പേരാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. പൊയ്യ പഞ്ചായത്ത് പദ്ധതിയിൽ 76 കുട്ടികളാണ് നീന്തൽ പരിശീലിക്കുന്നത്. രാവിലെ 6:30 മുതൽ 7:30 വരെയുള്ള പരിശീലനത്തിന് മുന്നോടിയായി 10 മിനിറ്റ് യോഗയും വ്യായാമവും നിർബന്ധമാണ്. പരിശീലനം അവസാനിക്കുന്നതോടെ എല്ലാവരും ട്യൂബില്ലാതെ സ്വതന്ത്രമായി നീന്താൻ പഠിക്കും. 2010-ൽ മരിച്ച കായിക അധ്യാപകനായിരുന്ന അച്ഛൻ MU സുദർശനന്റെ സ്മരണയ്ക്ക് കൂടിയാണ് ഹരിലാൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത്. പഞ്ചായത്ത് പദ്ധതിയിൽ പങ്കെടുത്തവർക്ക് തുടർ പരിശീലനത്തിനായി ഹരിലാലിന്റെ കുഴിക്കാട്ടുശ്ശേരിയിലെ പുരയിടത്തിൽ 1 ഏക്കറിലുള്ള മഷിക്കുളത്തിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്. TCV മാള. അഴീക്കോട് മുനിക്കൽ ബീച്ചിൽ തീപിടുത്തം. ബീച്ചിലെ ചുളമരക്കൂട്ടങ്ങൾക്കിടയിലെ അടിക്കാടിനാണ് തീപിടിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വേനൽക്കാലത്ത് മുനിക്കൽ ബീച്ച് ഉൾപ്പെടെ പലയിടങ്ങളിലും തീപിടുത്തം പതിവാണ്.
മച്ചാട് മാമാങ്കത്തിന് മണലിത്തറ ദേശത്തിന്റെ കുതിരകൾ ഒരുങ്ങുന്നു. വേലയുടെ ഭാഗമായി മണലിത്തറ ദേശം ഒരുക്കിയ ബഹുനില കാഴ്ചപ്പന്തലിന്റെ സ്വിച്ച് ഓൺ സേവ്യർ ചിറ്റിരപ്പള്ളി എംഎൽഎയും ദേശത്തിന്റെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാറും നിർവഹിച്ചു. വേല ദിവസമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ദേശത്തെ തച്ചൻ പൂജയ്ക്ക് ശേഷം 3 കുതിരകളും കുംഭംകൂടം അകമ്പടിയോടുകൂടി കാവിലേക്ക് പുറപ്പെടും. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 148ാമത് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ സ്നേഹ, പ്രിൻസ് ജോൺ, ഇ ശശാങ്കൻ നായർ, പി രാധാകൃഷ്ണൻ, കെ വെങ്കടാചലം, സഞ്ജീവ് കെ മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂനെയിൽ സമാപിച്ച 44ാമത് ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് ഇരട്ട മെഡൽ. എറിയാട് പേബസാർ അയ്യാറിൽ പുത്തൻചാലിൽ സിയാവുൾ ഹക്കാണ് 100 മീറ്റർ സ്വർണവും റിലേയിൽ വെള്ളിയും നേടിയത്. ഈ നേട്ടത്തോടെ ഓഗസ്റ്റ് മാസത്തിൽ സ്വീഡനിൽ നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരിക്കാൻ സിയാവുൾ ഹക്ക് യോഗ്യത നേടി. ഖത്തറിൽ ജോലി ചെയ്യുന്ന 45 വയസ്സുകാരനായ സിയാവുൾ ഹക്ക് പഠനകാലത്ത് യൂണിവേഴ്സിറ്റി ടീമിൽ അംഗമായിരുന്നു. കുന്നുകുളം മാർത്താറ്റ് ടൊയോട്ട ഷോറൂമിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ അഗ്നിബാധ. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും തീ ആളിപ്പടരുന്നത് കണ്ടതോടെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീയണച്ചു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് പൂർണ്ണമായും എലിവേറ്റഡ് ഹൈവേയായി നിർമ്മിക്കണമെന്ന് NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PA പ്രവീൺ ദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PA മുഹമ്മദ് റാഫി, ജോയിന്റ് സെക്രട്ടറി KR ഷാബി മോൻ, PS പ്രേംദാസ് എന്നിവർ നേതൃത്വം നൽകി. എത്ര പേർ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് പറഞ്ഞു? അത് ഞാൻ പറഞ്ഞാൽ കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭമഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തെക്കുമുറി ദേശക്കാരുടെ കൂറയിടൽ ചടങ്ങ് നടന്നു. ഭഗവതി കളത്തിലേക്ക് മേളത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്ത് ഭഗവതിയെ എഴുന്നള്ളിച്ചു. 7 ദിവസം 7 ദേശക്കാരുടെ കളമെഴുത്ത് പാട്ട് നടക്കും. 25-ാം തീയതി ദേശക്കാർ കൂറ വലിക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. പ്രസിദ്ധമായ ചെമ്പൂച്ചിറ പൂരം കാവടി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. ആഘോഷ ചടങ്ങുകൾ അവിസ്മരണീയമാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ക്ഷേത്രവും തട്ടക നിവാസികളും. ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശക്കാർ ചേർന്നൊരുക്കുന്ന പൂരം എഴുന്നള്ളിപ്പും വിവിധ സെറ്റുകളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പൂക്കാവടികളും പീലിക്കാവടികളും ചേർന്നുള്ള കാവടിയാട്ടവും 9 വീതം ഗജവീരന്മാരെ അഭിമുഖമായി നിരത്തി തൃശൂർ പൂരം മാതൃകയിൽ നടത്തപ്പെടുന്ന കുടമാറ്റവുമാണ് ചെമ്പൂച്ചിറയിലെ പൂരം കാവടി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. രാവിലെയും ഉച്ചകഴിഞ്ഞും രാത്രിയിലും പൂരം എഴുന്നള്ളിപ്പുണ്ടാകുമെന്ന് ചെമ്പൂച്ചിറ ശിവക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അനീഷ് വെള്ളാന്ത്ര പറഞ്ഞു. 18 ഗജവീരന്മാർ അഭിമുഖമായി നിന്ന് നടക്കുന്ന കുടമാറ്റവും തൃശൂർ പൂരത്തെ അനുസ്മരിക്കുന്ന വിധമുള്ള ഉത്സവ ലഹരിയിൽ ആറാടിക്കാൻ ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 100 കണക്കിന് പീലിക്കാവടികൾ അണിനിരന്നുകൊണ്ടുള്ള വാദ്യഘോഷങ്ങളോടെ കൂടിയാട്ടവും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. ചെമ്പൂച്ചിറ വടക്കൻ ചൊവ്വ ക്ഷേത്രത്തിൽ നിന്ന് സാംബോ നൃത്തത്തിന്റെ അകമ്പടിയോടെ ദേവിയുടെ താലിവരവും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് നേതൃത്വം നൽകുന്നത് കിഴക്കൂട്ട് അനിയന്മാരാരും ചെറുശ്ശേരി കുട്ടന്മാരാരുമാണ്. നൂലുവള്ളി ദേശത്തിന്റെ മേളനിരയെ വാദ്യകലാരത്നം ചേന്ദ്രമംഗലം രഘുമാരാർ നയിക്കും. ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ ചെമ്പൂച്ചിറ ദേശത്തിന്റെയും ചേന്ദമംഗലം രഘുമാരാർ നൂലുവള്ളി ദേശത്തിന്റെയും പഞ്ചവാദ്യനിരയുടെ അമരക്കാരാകും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ചയാണ്. ബുധനാഴ്ച രാവിലെ നൂലുവള്ളി പടിഞ്ഞാറ്റുമുറി മാനസ സരോവരത്തിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. TCV കൊടകര. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സൗത്ത് ഏരിയ കൺവെൻഷൻ കുട്ടനല്ലൂരിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് രതി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK റീജ, ട്രഷറർ രജിത സുധീർ, MC രാജു തുടങ്ങിയവർ സംസാരിച്ചു. വിള്ളറക്കാട് ശ്രീ
അമ്മൻകോവിലിലെ തിരുവിഴ ആഘോഷിച്ചു. ഗണപതി ഹോമം, ദീപാരാധന, നടക്കൽ, പറയെടുപ്പ് എന്നിവ നടന്നു. തുടർന്ന് കടങ്ങോട് പൊറ്റാങ്കുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ നിന്ന് മാവിളക്ക് എഴുന്നള്ളിച്ചു. നാഗസ്വരം, ശിങ്കാരിമേളം, കാവടി, തെയ്യം രൂപങ്ങൾ എന്നിവ അകമ്പടിയേകി. ചെമ്പൂച്ചിറ ഗവൺമെന്റ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സീവ ശ്രീധരൻ, ശാന്തി ബാബു, ജിഷ ഹരിദാസ്, ഡോക്ടർ PS ഉണ്ണികൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി TN മധു എന്നിവർ സംസാരിച്ചു. മിഡിജൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ആദ്യ വിൽപ്പന നടത്തി. DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ, ട്രസ്റ്റിമാരായ ജോഷി അരിമ്പൂർ, എഡിസൺ ചിറയത്ത്, തണ്ണിമത്തൻ കൃഷിക്ക് നേതൃത്വം നൽകിയ വിൻസെന്റ് പുലിക്കോട്ടിൽ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, പഞ്ചായത്ത് അംഗം ശാന്ത സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പിള്ളി വെളുത്തൂർ അകമ്പാടത്ത് ഉണക്കപ്പുല്ലിന് തീപിടിച്ചു. കളരി ക്ഷേത്രത്തിന് സമീപത്തെ 2 ഏക്കറോളം വരുന്ന പാടത്താണ് തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകടങ്ങളിൽ ജീവരക്ഷാ പ്രവർത്തനം നടത്തുന്ന എരുമപ്പെട്ടി ആക്സിന് മണ്ടംപറമ്പ് യുവദർശി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. തുടർച്ചയായി 3ാമത്തെ വർഷമാണ് യുവദർശി 12,000 രൂപ വീതം ധനസഹായമായി നൽകുന്നത്. ആക്സ് ശങ്കരൻകാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യുവദർശി പ്രസിഡന്റ് NK വിജീഷ് ആക്സ് പ്രസിഡന്റ് K ശങ്കരൻകുട്ടിക്ക് ഫണ്ട് കൈമാറി. യുവദർശി ഭാരവാഹികളും പ്രവർത്തകരുമായ TL ഔസേബ്, TK മണികണ്ഠൻ, MK ഫ്രാൻസിസ്, MK ജോഷി, TA സുമൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. പെരിഞ്ഞനം വെസ്റ്റിൽ പ്രവർത്തിക്കുന്ന ATR ബേക്കേഴ്സ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് വിജയകരമായി 25 വർഷം പിന്നിടുന്നു. 1999 AR രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ATR ബേക്കേഴ്സ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. രുചികരമായ 30ഓളം ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും നിർമ്മിച്ച് ജില്ലയിലെ വിവിധയിടങ്ങളിലെ കടകളിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തിവരുന്നുണ്ട്. ATR ബേക്കേഴ്സിന്റെ വിശ്വസ്തതയുടെ 25ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മുൻ MLAയും പ്രവാസി ക്ഷേമനിധി ചെയർമാനുമായ KV അബ്ദുൽ ഖാദർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പലർക്കും ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മറികടക്കുക എന്നുള്ളത് കടമ്പകൾ കടന്നു വേണം ചെയ്യാൻ. ആ പ്രതിസന്ധികളെ സധീരം നേരിടുകയും തന്റെ ചുറ്റും നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് ഇത് നാടിനാകെ മാതൃകയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായി. ET ടൈസൺ MLA ചികിത്സാ സഹായ വിതരണം നടത്തി. മികച്ച കർഷകനും വ്യക്തിത്വ പരിശീലകനുമായ ജോസ് തെക്കേത്തല മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK സജിത്, PK അറുമുഖൻ, UK സുരേഷ് കുമാർ, മാനേജിംഗ് പാർട്ണർ AR രവീന്ദ്രൻ, AR ദാസൻ എന്നിവർ സംസാരിച്ചു. ATRൽ നിന്ന് വിരമിച്ച അക്കൗണ്ടന്റ് അശോകൻ, നാരായണൻ, ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വീണ്ടും പ്രധാന വാർത്തകൾ. കൃഷിനാശം മൂലം മധുകര വടക്ക് കോൾപ്പടവിലെ കർഷകർ പ്രതിസന്ധിയിൽ. മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിളവിന്റെ പകുതി മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിച്ചത്. കുന്നുകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. ജനസേവന കേന്ദ്രത്തിലെ CCTV ക്യാമറ മോഷ്ടാവ് തകർത്തു.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. ആറ്റപ്പള്ളിക്കടവിൽ പുഴയിലേക്ക് കാൽവഴുതി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കല്ലേറ്റിങ്ങര സ്വദേശിനി ഫാത്തിമ തൻവീറാണ് മരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.